ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡാണ്. ബുധനാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ്. എന്തോ ബിഗ് ബോസിലാകെ വിഷമങ്ങളുടെ ദിവസങ്ങളാണ്. അനിമോൾ ആകെ വിഷമത്തിലാണ്. എന്തോ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ എങ്ങനെയോ ദിവസങ്ങൾ കടന്നു പോയെങ്കിൽ എന്ന് വിചാരിക്കുകയാണ് അനിമോള്. ആരോടും മിണ്ടുന്നില്ല. അനീഷ് മാത്രം വന്ന് മിണ്ടും, അതിന് മറുപടി പറയും. അങ്ങനെ നമ്മുടെ അനിമോള് ആകെ വിഷമത്തിലാണ്. നമ്മുടെ പ്രേക്ഷകരും വീട്ടമ്മമാരും വിഷമത്തിലാണ്. സത്യമാണ്, ഒരു പെൺകുട്ടിയെ ഒത്തിരി പേര് കൂടി ചേർന്ന് ആക്രമിക്കുക, അത് കാണുമ്പോൾ ഒത്തിരി വിഷമമാണ്. ലൈവിലാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. നമുക്ക് പെൺകുട്ടികളാണ്, ഇതൊരു ഷോയാണെന്നറിയാം. പക്ഷേ കൂടെ നിൽക്കുന്നവർ പിറക്ക നിന്ന് കുത്തുക, സ്വന്തം കാര്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരാളെ കുത്തുക. കൂട്ടുകാരിയാണ്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരിയെ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലിട്ട് പിച്ച് കീറില്ല. അങ്ങനെ നമ്മുടെ അനുമോൾക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ ആതിര നൂറ എന്ന് പറയുന്ന 2 പേരെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ട്, അതാണ് അവളുടെ കയ്യിലെ തെറ്റ്. അതാണ് അനുമോൾ ചെയ്തത്. ഇതൊരു ഷോയാണ്, ആ ഷോയിൽ നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല. പലരും പല സ്വഭാവക്കാരാണ്. അവർ 2 പേരും അവരെ സ്വഭാവം കാണിച്ചു. ഇതിൽ അനീഷാണ് ഇത്തിരിയെങ്കിലും അനുമോളോട് പോയി സംസാരിക്കുകയും കുറച്ച് സമയം ചെലവെടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് വെള്ളം കോരി ഒഴിച്ചെങ്കിലും അനിമോളെ വായി തോന്നിയൊക്കെ വിളിച്ചെങ്കിലും നിവിനും വിഷമം വന്ന് അനിമോൾ ഒറ്റയ്ക്ക് നടക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നിവിനും അനിമോളുടെ അടുത്ത് വന്ന് സോറി പറഞ്ഞു, അവളെ കെട്ടിപ്പിടിച്ചു. സത്യം പറഞ്ഞാണ്ടല്ലോ, ദുഷ്ടത സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നിവിന് കുറച്ചൊക്കെ കാണുമ്പോൾ കുറച്ച് മനസാക്ഷിയുള്ളവനും ആണ്. അവൻ ആ ഷോ ആയതുകൊണ്ട് അവൻ കുറേ കോമാളിത്തരവും ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ ദ്രോഹിച്ചാൽ, അനുവിനെ ദ്രോഹിച്ചാൽ എനിക്ക് പുറത്ത് നല്ല ഇമേജ് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ചതായിരിക്കാം. അനിമോളുടെ വിഷമം കണ്ട് ബിഗ് ബോസിന് സഹിച്ചില്ല. ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചു അനിമോളുടെ അടുത്ത് കാര്യം ചോദിക്കുന്നു. അനിമോൾ അപ്പം ചോദിക്കുന്നു, ബിഗ് ബോസ് ഞാൻ ഒട്ടും കൊള്ളൂലാത്തവളാണോ, ഞാൻ PR-ൻ്റെ ബലത്തിലാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇല്ല, അനിമോൾക്ക് ജനങ്ങളുടെ വോട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അനിമോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു PR-ൻ്റെ ബലത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ബിഗ് ബോസ് ചോദിച്ചു, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയൂ അനിമോൾ. അപ്പോൾ അനിമോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അനിയത്തിയെ പോലെയാണ് നൂറയും ആതിരയും കണ്ട, അവർ ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഞാൻ കുറച്ച് കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു, അതൊക്കെ അവരെന്നെ വിളിച്ചു പറയുന്നു, എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ കുത്തി കീറുന്നു എന്ന് പറഞ്ഞ് അനിമോൾ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തായാലും അനിമോൾ ശക്തി നേടട്ടെ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ, അതാണ് നല്ലത്. ഇവിടെ കൂട്ടുകെട്ടുകൾ പാടില്ല. നമ്മൾ കൂടെ നിൽക്കുന്നവർ ചതിക്കും. ഇതൊരു ഗെയിമാണ്. ഇവിടെ വന്ന് നമ്മൾ കൂട്ടും സഹോദരങ്ങളും ഒന്നും ആവാൻ പാടില്ല. ഇവിടെ ഗെയിമാണ്. ഗെയിമിന് വേണ്ടി അവരെന്തും കാണിക്കും, അവർക്ക് ജയിക്കാൻ വേണ്ടി. അതിൽ സ്നേഹമോ സത്യസന്ധതയോ ഒന്നുമില്ല. ആതിര നൂറ ഈ 2 പെൺകുട്ടികളും ഒരിക്കലും സ്നേഹമുള്ളവരല്ല. അത് നമുക്ക് കണ്ടാൽ അറിയാം. അനിമോളെ പറ്റി ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ദുഷിക്കുകയാണ്. അത് ലൈവ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അനിമോൾ ആരടുത്തും ഇവരെ പറ്റി ദുഷിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു ക്വാളിറ്റി. പിന്നെ അനീഷ് അനിമോളെ ചെന്ന് കൂടെ ആശ്വാസപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവൾ വിഷമിച്ചിരിക്കട്ടെ. ഏറ്റവും കൃമിയായിട്ടുള്ള ഒരുത്തനാണ് അക്ബർ. അക്ബർ ആണെങ്കിൽ ആതിര എടുത്ത് നൂറ എടുത്ത് അനിമോളുടെ കുറ്റങ്ങൾ വാരി വിതറി കൊടുക്കുകയാണ്. ഇത്രയും കൃമിയെന്ന് വിളിച്ചാൽ പോരെ, ഇവനെ വിളിക്കേണ്ട ശകുനി എന്നാണ്. ആതിര എടുത്ത് പറയുന്നത്, നീ ഈ ആഴ്ച പുറത്ത് പോകുമെന്ന്. അപ്പോൾ ആതിര പോവില്ല, അക്ബർ പോകും, ഞാൻ പോവില്ല, ഈ ആഴ്ച പോവില്ല. ഇത്രയും ഉറപ്പ് അവൻ എവിടെ നിന്ന് കിട്ടി? അവന് അറിയുന്നു പുറത്ത് അവന് സപ്പോർട്ടുണ്ടെന്ന്. ഇവന് ബിഗ് ബോസിൽ ആരോ ഉണ്ട്, ഇവനെ അവിടെ നിലനിർത്തുന്നത് അവരാണ്. അത് അവന് ഉറപ്പുണ്ട്, അവൻ പോവില്ല.